പബ്ബിൽ പോയല്ലോ, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഞാൻ പെൺപിള്ളേരായിട്ട് പബ്ബിൽ പോയെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു. നിന്റെ ഉദ്ദേശം എനിക്കറിയാം. സച്ചിന്റെ ഒരു ഹലോ. अरे शिट, उसका ब्रेकअप तो नहीं हो जाएगा इस वजह से? उसे कैसे लोगों को पता है? पता नहीं। നിന്റെ ഒരു പരിപാടിക്ക് എന്നെ വിളിക്കുന്നേട്ടാ, ഞാൻ വരൂല. എന്റെ പൊന്നുമോനെ, ഇതൊരു നിസ്സാര കേസല്ലേ. നീ ശാന്തിയുടെ നമ്പർ തന്നെ, ഞാൻ വിളിച്ച് സംസാരിക്കാം അവളോട്. അയ്യോ, എന്നിട്ട് വേണം നിനക്ക് ഇനി അവളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായില്ലേ? എന്ത് വിട്ടോ? ചെന്നൈക്ക് വിട്ടോ? ഞാൻ എന്തിനാ കാർത്തി പറഞ്ഞിട്ട് ചെന്നൈ പോണത്? എന്നോട് അവള് പറയട്ടെ, റീനു പറയട്ടെ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇത്ര പെട്ടെന്ന് ഇഷ്ടം പറയാൻ വേണ്ടിട്ട് നിന്നെ തള്ളിവിടുന്നൊക്കെ പറയണ വലിയ വലിയ വാക്കുകളാണ് ഐറ്റിങ്ങൾ പറയണത്. അതുകൊണ്ട് ഇനി അവളൊരു കോണ്ടാക്ട് ഇങ്ങോട്ട് ചെയ്യാതെ നീ മിണ്ടാൻ നിക്കല്ലേട്ടാ. അതത്രേ ഉള്ളൂ. ആരാടാ? ഇഷ്ടപ്പെട്ട കോളർ ടോൺ സെറ്റ് ചെയ്യാൻ ആ നമ്പറിലേക്ക് വിളിക്കാൻ തൈര് പുച്ഛം അവളുണ്ടായിരുന്നുള്ളൂട്ടാ. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? സ്റ്റോക്കിങ്. ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ നോക്ക്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പർ ആവട്ടെ, എന്നിട്ട് ഇഷ്ടം പറഞ്ഞാ മതി. അപ്പോഴും ആദ്യം അവിടെ തന്നെ നിക്കാട്ടാ. നീയൊന്ന് ആലോചിച്ച് നോക്കിയേ. വിശാഖപട്ടണത്തും നാട്ടിലും പ്രോപ്പർട്ടീസ്, മുംബൈയിൽ സ്വന്തമായിട്ട് വീട്, അതും ആ പരേഷ് രാവലിന്റെ വീടിന്റെ തൊട്ടടുത്തെങ്ങാണ്ട്. നിന്റെ എന്താടാ ഉള്ളത്? നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കുക്കറാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വിചാരിച്ച ഫോറസ്റ്റ് മിനിസ്റ്റർ നിജലിംഗ്, അപ്പൊ അവന്റെ ഫാമിലി ഫ്രണ്ട്. നമ്മള് എന്ത് ചെയ്യണം അവന്? ഒരു വഴിയുണ്ട്. എന്ത്? അവളുടെ ഓഫീസിലെ റിസപ്ഷനിസ്റ്റിനെ കുറച്ച് ചിക്കിൽ എറിഞ്ഞിട്ട് ആദിയുടെ കുഞ്ഞവളുടെ വയറ്റിൽ വേണ്ട. പിന്നെ വേറെ കേസ് അറിയാൻ കഴിഞ്ഞതേ, ഓഫീസിൽ ആദ്യം അവളും തൊട്ടടുത്താണ് ഇരിക്കുന്നത്. ഒരു ഫ്രീ ടൈം കിട്ടിയ എങ്ങനെ അവളെ വളക്കാം എന്നായിരിക്കും അവൻ ആലോചിക്കുന്നത്. അതിലവനൊരു കില്ലാടിയാ. എല്ലാം പഠിച്ചു, പെണ്ണുങ്ങളെ വളക്കാൻ ഒഴിച്ചു. ഞാൻ പോട്ടറ മോനെ, എന്നെ കൊണ്ട് കൂട്ടിയാ കുറ കേസല്ലേ. So guys, Renu has successfully completed her probation period and now she's a full-time employee of Hospital. Big round of applause. Hey, treat. Yes. Okay. എന്താ വേണ്ടേ? It's your choice. Okay, today's lunch is on me. Okay? ये इसको कॉल करेगी शायद. ഹലോ ഹലോ. എടാ നീ നാളെ इसका फोन है. വരണോ? എടാ നമ്മള് മാത്രം സർട്ടിഫിക്കറ്റ് മേടിക്കാത്തുള്ളൂ. നീ വന്നാലില്ലെങ്കിൽ ഞാൻ തന്നെ നാളെ മേടിക്കും. ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലല്ലോ ഇനി. നീ വരണം. അയ്യോ എടാ, ഒരു ഇമ്പോർട്ടന്റ് കോൾ. ഞാൻ തിരിച്ചു. ശരി. ഹലോ. हाँ उसी का है. എന്താണ് ബിസി ആണല്ലോ? പേടിക്കണ്ട, ഗേൾ ഫ്രണ്ട് ഒന്നല്ല. എടാ, നിങ്ങളുടെ TFC-യിലെ 8 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു മീൽ സെർച്ച് ചെയ്യോ? ഇവിടെ ഏറ്റവും ബെസ്റ്റ് ബർഗേഴ്സ് ആണ്. എങ്കിൽ നീ ഒരു 8 ബർഗർ മീൽ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടേക്ക് ഒന്ന് ഡെലിവർ ആക്കോ? എടി, ഹൈടെക് സിറ്റിയുടെ അവിടെ ഡെലിവറി അത് കുഴപ്പമില്ല, ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യുടാ. താങ്ക് യു. लेके എടി, സൂക്ഷിച്ചു പിടിക്കണേ. ഞാൻ കരവാളിച്ചല്ലോ. അത് ഇത്രയും ദൂരം വെയിലൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ചു വന്നതല്ലേ. എടാ, ഞങ്ങളുടെ ഫ്ലോറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ഇപ്പൊ അവിടെ റെഗുലർ ആയിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. അവിടുത്തെ HR എന്റെ ഫ്രണ്ടാ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ റെസ്യൂം എനിക്ക് അയക്ക്, ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്യാം. ശമ്പളമൊക്കെ കുറവായിരിക്കും. അല്ല, നിനക്ക് താല്പര്യമുണ്ടേ? താല്പര്യമുണ്ട്. ഞാൻ റെസ്യൂം അയക്കാം. നയിക്ക്. പിന്നെ അന്ന് പബ്ബിൽ നടന്ന വല്ല ഓർമ്മയുണ്ടോ? ഒരു മിന്നായം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഞാനന്ന് കുറച്ച് ഓവറാക്കി. കുറച്ചൊന്നും അല്ല. ഇനി മേലെ നിങ്ങളോട്ടൊരു പരിപാടി ഇല്ലെന്നാ കാർത്തിക പറഞ്ഞേ. പിടിക്കണോ?
ആ ആദി റീനു we are starving. ആ അതെ വരുന്നു 2 മിനിറ്റ് ആദി Okay, okay, okay. We are waiting. എടാ എത്രയാടാ 2300. 2500 ഉണ്ട്. ആദി റീനുവിന്റെ ബോയ് ഫ്രണ്ട് ആണല്ലേ? സച്ചിൻ എന്ത് തോന്നുന്നു? എനിക്ക് നിങ്ങൾ നല്ല മാച്ച് ആയിട്ട് തോന്നുന്നു. ആണല്ലേ? ആ उसने जानने के लिए पूछा था. എങ്ങനെയുണ്ട് സുബിനെ? നല്ല ടേസ്റ്റ് ഉണ്ട്. റീനു അങ്ങനെ കണ്ടുപിടിച്ചു. നമ്മുടെ സച്ചിനല്ലേ അവൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് സച്ചിൻ? उसको पता है सब कुछ. സച്ചിനുണ്ടല്ലേ അവരുടെ കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. आगे उसको गुस्सा. Everybody stop eating. JK. JK. Just kidding. കഴിച്ചോ, मुझे लगी रात वाले बोलेगा वो. എന്റെ പൊന്നാദി ചില സമയത്ത് നിന്റെ JKD ഉണ്ടല്ലോ. റീനു ആ പയ്യന്റെ പേരെന്താ പറഞ്ഞ? സേവാകോ? സച്ചിൻ വാട്ട് എവർ. റീനുവിന് ഇപ്പോഴും അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് വാസ് ക്വൈറ്റ് ഷോക്കിംഗ് ഫോർ മീ. ആദ്യം ഇപ്പോഴും അന്നത്തെ ആ ഗ്രഡ്ജ് മനസ്സിൽ വെക്കുന്നുണ്ടല്ലേ? ഗ്രഡ്ജ്? വാട്ട് ഈസ് ദാറ്റ്? എനിക്കത് എന്താണെന്ന് അവരോട് സംസാരിക്കുമ്പോ എന്റെ സ്കൂൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാവുന്നത്. ഇങ്ങനത്തെ തല്ലിപ്പള്ളി സ്കൂളൊക്കെ എപ്പോഴും നാട്ടിലുണ്ടല്ലോ. ഗവൺമെന്റ് ഒന്നും നിർത്തലാക്കില്ല. ചുമ്മാ വഴക്കിന് വരല ആദി. ഓ ഹോൾഡ് യുവർ ഹോഴ്സസ്. റിയലി? റീനുവായിട്ട് വഴക്കോ? നോ വേ. ഹേ വിഘ്നേഷ്, എന്താ பர்கர் எப்படி இருந்தது? उसने तो खाया भी नहीं. வேற அந்த பாலா போன பர்கர் திறந்து வயிறுலாம் வலி வலின்னு வலிச்சுன்னு இருக்குது. 2-3 தடவை ரெஸ்ட் ரூம் போயிட்டு வந்துட்டேன். अच्छा इसने तो जान से बोला. कैसे? Slight headache, you know. Vignesh, you have aspirin, right? பேக்ல இருக்கு எத்தனை चानस के ड्रामा कर रहा है. ஆதி டெசமணி மே ஆஸ்பிரின் வேணுமா என்ன? अरे सिर्फ पढ़ना है. സച്ചിൻ സന്തോഷ്, വൈശാഖ് മുരളി, ഇതൊക്കെ എനിക്ക് ഇവിടെ ഇങ്ങനെ പോകും. എന്താ கிராஜுவேஷன் டேஸ் வச்சா ஒர்க்கு வர மாட்டீங்க. இப்ப வந்து சார் சர்டிஃபிகேட் വൈശാഖ് മുരളി ഓയാ. ഇവിടുന്ന് പോവാം. കുറച്ച് കാശ് കൈ വന്നിട്ട് വേണോടാ നമ്മളെ അപമാനിച്ചു വിട്ട് ഈ സ്ഥലം നമുക്ക് വിലക്ക് വരും. നിനക്കിത് ആ സ്ഥലം ഓർമ്മയുണ്ടാ? അവിടെ വെച്ചാണ് M3 എക്സാമിന് നീ ഇതെന്നോട് 2 പേനുണ്ടോന്ന് വെച്ച്. ഹാ അതൊക്കെ ഒരു കാലം. നീ ഇന്ന് പോണില്ലല്ലോ? ഇന്ന് ഇവിടെ കൂടല്ലേ? പരിപാടി തെറ്റല്ലേ? അയ്യോ ഇല്ലടാ, തിരിച്ചു പോണം. നടപടിയാവില്ല. ആ എന്താ? ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ മാറിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. എടാ എന്റെ ഹൃദയം അവിടെ വെച്ചിട്ടല്ലേ ഞാൻ പോന്നേക്കണത്. അത് ശരി. നീ അവളുടെ ഫോട്ടോ ഫോട്ടോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിയാ മതി, അവളൊരു സുന്ദരി കോത തന്നെയാണ്. എടാ ഒറ്റ സെക്കൻഡ്. ആടാ. ആ ഹലോ, നാട്ടിൽ പോവാണോ? അതെ. എന്തു പറ്റി പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ നീ ഇന്നലെ തന്ന ബർഗർ കഴിച്ചിട്ട് എനിക്ക് വയറിനൊരു സുഖമില്ല. ലൂസ് മോഷൻ അടിച്ചെനിക്ക്. അയ്യോ, എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. TFC ഇതുവരെ ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ആർക്കും. ആ അത് വിട്, ഞാനേ നിന്നെ വിളിക്കാം. ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ തമിഴ്നാട്ടിൽ എവിടെയാണ്? സേലം എടുക്കാറായി. സേലോ? അല്ല ഞാനും സേലത്തുണ്ട്. ആ ശരി, വെക്കുവാ. അല്ല ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ. ആരടാ? ഹൗസ് ഓണറാണ്. നീ ഇന്ന് പരിങ്ങണ്ടായിരുന്നല്ല? അവളാടാ രാവിലെ ഫുഡ് കഴിക്കാത്തതിന് എന്നെ 1 അരമണിക്കൂർ നിർത്തി പൊരിച്ചു. അവള് बोल रहा है. സ്റ്റേഷനിൽ വന്ന് നിൽക്കാൻ.
ഓരോരോ കഷ്ടപ്പാടുകളെ കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചാ റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടല്ല ടോനെ സിംഗിൾ പസങ്ക അത് തന്നെയാണ് പുറത്തു പോയിട്ട് ഒരു ബർഗർ കഴിച്ച് അത് അവളുടെ വയറ്റിന് പിടിച്ചില്ല ഇപ്പൊ ലൂസ് മോഷനൊക്കെ ആയിട്ട് അല്ല നിനക്ക് ഫസ്റ്റ് ഇയറിൽ ഇതേപോലെ ഒരു തൂറ്റൽ വന്നിട്ട് ഒരു ഒറ്റമൂലി കഴിച്ചിട്ടല്ലേ ശരിയായത് നമ്മുടെ ഉമാശങ്കറിന്റെ പാർട്ടിയുടെ ഏത് പാട്ടി കുമുദം പാട്ടി അവര് ഇവിടെ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഉമാശങ്കറിനൊന്ന് വിളിച്ചോക്കട്ടെ പാട്ടി ഇപ്പോഴും ഈരോട് चला गया കുമുദം ഒറ്റമൂലിയോ എടാ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്നാമത് നെയ്ക്കാരപ്പെട്ടിയിൽ അധികം വണ്ടി ഒന്നും നിർത്തിയിട്ടില്ല. അല്ല അത് സാരമില്ല ഞാൻ അവിടെ ഒന്ന് നിന്നോളാം നീ ഏത് കമ്പാർട്ട്മെന്റ് എന്ന് പറ സച്ചിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് എടി പിന്നെ നിനക്ക് ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങോട്ട് അല്ല പാട്ടി നീ ഒറ്റമൂലി എന്ത് പണ്ടാരെങ്കിലും പാട്ടി ഉടമ്പ് വണ്ണം വെക്കരുത് ഏതാവത് कितनी दूर आ रखा है उस दवाई के लिए. ഞാൻ പോയിട്ട് വരാം നീ വെയിറ്റ് ചെയ്തിട്ടോ ഞാൻ വരാം कैसे जा रहा है अकेले उसको वहीं छोड़ दिया. चला गया ये वही ट्रेन है क्या? वही की ट्रेन रुकेगी नहीं क्या नहीं रुकेगी शायद. रुक रुक तो गई गई. वो. ओ गिर गया बेचारा. अच्छा थोड़ा सा रुकती शायद वहाँ पे कितनी मेहनत सीधा की दवाई उसने. निकाल रहा है എടാ താങ്ക്സ്. നീ ഇനി എങ്ങനെയാ നീ പോകുന്നേ? കേറിക്കോ കേറിക്കോ ആ, ഞാൻ പോകോളാം ആ, ശരി. സൂക്ഷിച്ച് സൂക്ഷിച്ച് ഞാനേ വിളിക്കാം. ആ ശരി ഹലോ ഹലോ ആരാ ആരാന്നാ? എടാ ഞാൻ റീനുവാ. അയ്യോ അതെ ഫോണിന്റെ ഡിസ്പ്ലേ വീണപ്പോ പൊട്ടി അത് കാരണം പെട്ടെന്ന് മനസ്സിലായില്ല ആ. എടാ നീ തിരിച്ചു പോയായിരുന്നോ? ഇല്ല അപ്പൊ ഇപ്പോഴും നീ ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാ? അല്ല कहाँ पे? പിന്നെ ഞാൻ ലാസ്റ്റ് उसी കമ്പാർട്ട്മെന്റ് ट्रेन में ही तो എന്തിന്? ओह എന്തായാലും ഇവിടെ വരെ എത്തി അപ്പൊ നാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു സച്ചിന നീ എന്ത് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? ഓടുന്ന വണ്ടി ചാടിക്കറി വല്ല ആക്സിഡന്റും പറ്റിയിരുന്നെങ്കിലോ? അല്ല അതിലൊന്നും പറ്റിയില്ലല്ലോ ഇപ്പൊ പറ്റിയില്ല. എടി, ഞാനേ വിളിക്കാം ഞാനിവിടെ ഒറ്റക്കാലിലാണ് എടാ നീ ഒരു കാര്യം ചെയ്യ്, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഇതില് കയറിക്കോ. ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് ചോദിക്കാൻ വരെയായിരുന്നു അത് കൊഴപ്പുണ്ടാവില്ലല്ലോ അല്ലേ കൊഴപ്പൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടീറ്റിനോട് പറഞ്ഞു നോക്കാം. ഏതായാലും നീ വാ. ആ ശരി ആ ആ നിക്ക് നിക്ക്. കേറുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. എന്താ ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? അതെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അല്ല എന്റെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. അത് റീനുവിനെ പോലത്തെ നല്ല ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടാ കഴിച്ചിട്ടല്ല ഈ അവസ്ഥയിലായത്. ശരി, ഈ നാട്ടിൽ പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഉണ്ടാക്കിയതല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? അല്ല നാട്ടിൽ പോയിട്ട് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ആലോചിക്കാൻ സമയം വേണോ? അല്ല എന്റെ വിസ രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഏജൻസിക്കാര് വിളിച്ചിരുന്നു. മൊഴിയെടുപ്പ് കഴിഞ്ഞെങ്കിൽ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? ബാബക്കോ കമ്പാർട്ട്മെന്റിൽ എങ്ങനെ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എവിടെയത്? ആ നീ ആ മരുന്ന് കഴിച്ചില്ലേ? അയ്യോ ഇല്ല. അടുത്ത് കഴിച്ചത് ഷേട്ടാ. ഇത് എങ്ങനെ കഴിക്കണ്ടേ? ഇത് അതങ്ങനെ എടുത്ത് വിഴുങ്ങി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും നോക്കണ്ട, കഴിച്ചത് മുഴുവനും വടിച്ചെടുത്ത് കഴിച്ചത്. എത്ര? കുറച്ചുകൂടി മുഴുവനും എടുത്ത് കഴിക്കത് വടിച്ച് കഴിക്കി.
മതിയാ ഇല്ല ഒരു ആശ്വാസം തോന്നുന്നില്ലേ? എന്തേ റീനു റീനു मजाक करते थे JK, just kidding. वो भी करने लगी आदि के जैसे. ദൈവമേ, ജയിക്കാന്റെ കാര്യം പറഞ്ഞോളൂ. ആദ്യം വിളിക്കുന്നുണ്ടല്ലോ. फिर ससी कॉल आई है. ആദി Oh, സേഫ് ആണ്. ഞാനിപ്പോ സേലം കഴിഞ്ഞു. great, great, great. Wait. देख देख लिया उसने उसे. എന്ത് ഭാവിച്ചിട്ടാ ചങ്ങലുണ്ടെങ്കിൽ വേഗം വലിച്ചിട്ടുള്ള കാട്ടിലോട്ട് പോയി ഓടി രക്ഷപ്പെടും. എന്താണോ जंगल में भाग जाओ कुछ नहीं. അവനെനിക്ക് മരുന്ന് കൊണ്ടുവന്നു. എന്നിട്ട് നീ കഴിച്ചോ? Shit. Okay, do one thing. Go straight to the bathroom, put your finger inside and vomit it out. ആദ്യം ഒന്ന് കൂളാവ്. നമ്മുടെ സച്ചനല്ലേ? സച്ചിൻ നീ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് തോന്നുന്നു. ആദ്യം നോൺസെൻസ് പറയാതെ. റീനു ഹലോ ഹലോ എടുത്തോണ്ട് പോണോ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണത്. हाँ बहुत पॉजिटिव हो जाता है. ആണെങ്കിൽ ഒരു മര്യാദ ഒക്കെ വേണ്ടേ? റിലേഷൻഷിപ്പോ? ആർക്ക്? അപ്പൊ ഇല്ലേ പക്ഷെ ഇതെന്ത് കഷ്ടമാണ്. ഓഫീസിലെ കുറെ പേര് എന്നെ ആദ്യം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നടക്കാം. ഇതേപ്പോ നീയും. ഓഫീസിൽ അപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? സച്ചിനെ ഒന്നാമത് എനിക്ക് വയ്യ. വെറുപ്പിക്കാണ്ടൊന്ന് പോയേ നീ. Yep. അമ്മേ എടാ നീ എവിടെയാ? ഞാൻ ഒരു വർക്കില്ല. എന്തേ? എടാ എനിക്കൊരു 10,000 രൂപ വേണമായിരുന്നുടാ, ഒരു പോത്തുംകുട്ടീനെ മേടിക്കാനാ. 10,000? ആ എന്റെ എവിടുന്ന? അവളോട് ചോദിച്ചില്ലേ? അവളടുത്തില്ലാന്ന്. ഞാനേ വിളിക്കാം, ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, ഞാൻ ആ വിളിക്കാം. ശരി. എടാ നിനക്ക് കാശിനുള്ള അത്യാവശ്യം ഉണ്ടോ? ഏയ് അത്യാവശ്യമൊന്നുമില്ല. അമ്മയ്ക്കൊരു പോത്തൂട്ടിനെ മേടിക്കാനാണ്. അമ്മയ്ക്ക് ചിലപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. 10,000 രൂപയ്ക്ക് പോത്തൂട്ടിനെ മേടിക്കും. 30,000 രൂപ തീറ്റിപ്പറ്റി 10,000 രൂപയ്ക്ക് തന്നെ വിറ്റോലയ്ക്കും. അങ്ങനെയൊക്കെ ചോദിച്ചാ അവര് രണ്ടുപേരും വേണ്ടിട്ട് തന്നെ 1.5 കൊല്ലറ്റായില്ലേ. അണ്ടിപ്പിള്ളിക്കാവ് ഉത്സവത്തിന്റെ അന്നാണ് അവര് ലാസ്റ്റ് കൊണ്ടുവന്നത്. അതും ഇതേപോലെ എന്തോ അടിയിടാനായിട്ട്. അപ്പൊ അവര് മിണ്ടിക്കാണാൻ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ? എന്റെ പൊന്നോളെ മിണ്ടല്ലേ കല്യാണത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ രണ്ടാളും രണ്ടു വഴിക്കാണ് പുറത്തേക്ക്. നീയേ എന്റെ പേരൻസിനെ കാണുമ്പോലെ. എവിടെ? ഒരു സെക്കൻഡ്. കിടക്കുന്നുണ്ട് എന്റെ അപ്പൻ. ഇത് മമ്മി. ഫ്രീ ടൈം കിട്ടുമ്പോ ഇവർക്ക് ഇതൊക്കെ പരിപാടി. എനിക്കിപ്പോ ശീലായി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ഇതിനേക്കാളും വേദന എന്റെ അച്ഛനും അമ്മയാണ്. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടാലും അത് വെച്ച് തുഴഞ്ഞൊഴിഞ്ഞ് രക്ഷപ്പെട്ടോളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. അതാ മരുന്ന് കഴിച്ചാ ഉറക്കം വരൂന്ന് പാട്ടി പ്രത്യേകം പറഞ്ഞിരുന്നു. തായോ കിടന്നു. കിടന്നാ എണീക്കുവോ? കിടന്നു. ഈ പാട്ടിയൊക്കെ ഉള്ളതാണോ? റീനു ഉറങ്ങിയ? എടി സത്യം പറഞ്ഞ നാട്ടിലേക്ക് പോകാനല്ല ഞാൻ വന്നത്. നിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. വീട്ടിൽ വെച്ച് കണ്ടത് മുതല് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് പബ്ബിലേക്കും പിന്നെ ഈ ട്രെയിനിലേക്കും ഒക്കെ ചാടി കയറിയത്. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എന്റെ അടുത്ത് ചാടിക്കടിക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നീ ഇതുവല്ലം കേൾക്കുന്നുണ്ടോ?
അച്ഛനെ ये तो वीडियो सही लगा था അയ്യോ ഞാൻ നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ആ മരുന്ന് കഴിച്ചോണ്ടാണോന്നറിയില്ല, ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങട്ടെ. എടാ ആ താങ്ക്സ്. അയ്യോ നോ മെൻഷൻ പ്ലീസ്. എടാ പിന്നെ 23-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഫ്ലാറ്റില് ചെറിയൊരു ആഘോഷമുണ്ട്. ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പൊ നീയും അമലും എന്തായാലും വായോ. അമല് വന്നില്ലെങ്കിലും നീ എന്തായാലും വരണം. എത്തിയിട്ട് മെസ്സേജ് അയക്കട്ടോ. ബൈ ബൈ. ബൈ. ശരി. खुश हो गया मैं